Hi friends, we have come to the end of the 3 L's of empowerment. When the lesson opens with this sentence: emancipation and empowerment of women is of prime importance in every society. Prime importance is first. You have to give the first position to that. Now you know the meaning of these two big words, emancipation and empowerment. Okay, emancipation more than empowerment Shakti. That's very important in every society. And it continues. In our country, we have achieved partial success, but we still have a long way to go. What should we do to achieve this goal? നമ്മുടെ രാജ്യത്തിൽ നമ്മൾ കുറേയൊക്കെ ഇത് സാധിച്ചിട്ടുണ്ട്. എന്നാലും ഇനി കുറേ കൂടെ ചെയ്യാനുണ്ട്. എന്തൊക്കെ ചെയ്യണം? ഇതൊക്കെയാണ് ആ ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയുന്നത്. Then it says, next one is the speaker speaks of the requisites of women empowerment and emancipation. So this lesson, this speech is about that. If you want any answer to this from this, if you are answering any question from this lesson, the opening sentence should be, this lesson is a speech delivered by Christine Lagarde, and this is about the requisites of women empowerment and emancipation. This sentence is answer. This is a speech by Christine Lagarde, and this is about the requisites of, or she speaks about the requisites of women empowerment and emancipation. നമ്മൾ നാല് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് പുതിയ ടെക്സ്റ്റിൽ പറയുന്നത്. The role of educated women in building a strong nation. ഒന്ന്. Second one is the role of 3 L's: learning, labor and leadership. Third question is, should women step outside their comfort zone? Comfort zone എന്താണെന്ന് മനസ്സിലാക്കി എഴുതാൻ ആൻസർ ചെയ്യാൻ ഒരു പാടില്ല. Then for this, women lack confidence to match their competence. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചില പതറിപ്പോയാൽ കോമ്പിറ്റൻസ് ഞാൻ ഓർത്തു, പക്ഷേ മാച്ച് ദെയർ കോൺഫിഡൻസ് ഓർത്തില്ല. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രേസ്, ലാക്ക് കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്. ആൻഡ് ദെൻ അവരുടെ പൊസിഷൻ അനുസരിച്ച് ഉയരാൻ അവർക്ക് ഒരു പേടി ഉണ്ടെന്ന് തോന്നുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ഹൗ ക്യാൻ വി ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻ വിമൻ? സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് സ്ത്രീകളിൽ നമുക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നത്? ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബേസ്ഡ് ഉള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന സംഗതികൾ നിങ്ങളുടെ ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. പ്രസംഗം എഴുതുക, ഒരു പ്രസംഗം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അത് വളരെ ക്ലിയർ എക്സാമ്പിൾ I already given you. That is, you must listen to the speech by Martin Luther King Jr. and also by Mark Antony, how they persuade. ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നത്. അതാണല്ലോ ലീഡർ എന്ന് പറയുന്നത്. ലീഡർ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. യാതൊരു പ്രയാസമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ. എല്ലാവർക്കും മൊബൈൽ ഫോൺ കാണും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാണും, പലർക്കും വീടുകളിൽ തന്നെ കാണും. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലൈബ്രറി പോയാൽ മതിയല്ലോ. ചുറ്റോടത്തൊന്നും ഇല്ലാത്തവർക്ക് അടുത്തുള്ള ലൈബ്രറി പോയാൽ ഇതെല്ലാം സാധിക്കും. ലൈബ്രറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലബ്ബോ അവർക്കൊക്കെ കാണും ഈ സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ യു ഡെയർ ദ ഡിഫറൻസ്, ദെൻ ഡിഫറൻസ് വിൽ ഡെലിവർ. നിങ്ങൾ അയ്യോ എനിക്കിത് ഇല്ലല്ലോ എന്നാണ് ഇരിക്കരുത്. അതല്ല, അടുത്തുള്ള സ്ഥലത്ത് പോയി 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. 2 സ്പീച്ച് നല്ല സുന്ദരമായിട്ട് കേൾക്കാം. വളരെ ബാക്ക് ടു ദ ടെക്സ്റ്റ്. ഈ 4 ക്വസ്റ്റിൻ്റെ ആൻസറിനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. The world is changing rapidly. We should think about the economic role of women. Today, women are not in a position to achieve their true potential. They don't get equal opportunities. The 3 L's will provide the necessary energy, urjam, learn, labor, leadership. അത്രയാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആ പ്രസംഗത്തിൽ പറയുന്നത്. ആ സ്പീച്ചിൽ ക്രിസ്റ്റ്യൻ ലഗാർഡ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. Women should get economic role, otherwise
The world is changing. ലോകം പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നു. We should think about economic role. സാമ്പത്തികമായിട്ട് അവർക്കുള്ള സ്ഥാനം എന്താണ്? Today women are not in a position to achieve അവർക്ക് അവരുടെ കഴിവുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. പൊട്ടൻഷ്യൽ they don't get അവർക്ക് തുല്യ അവസരങ്ങൾ കിട്ടുന്നില്ല. അതിന് 3 L's will provide. അവർക്ക് they should be able to we should educate them, give them opportunities to join the workforce, and also possible wherever possible appoint them in key positions. അതായത് ഓരോ പോയിന്റാണ് ലേണിംഗ് കൊണ്ട് എന്തൊക്കെ സാധിക്കും. ലേണിംഗ് ഈസ് ദ ഫൗണ്ടേഷൻ. ലേണിംഗ് വിൽ ഹെൽപ്പ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ്. എങ്ങനെയാണ് അവരെ തന്നെ സഹായിക്കാൻ പറ്റുന്നത്? ജോലി ചെയ്യും. ക്വാളിഫിക്കേഷൻ കിട്ടുകയും ജോലിക്ക് പോകത്തില്ല. ദെൻ ആഫ്രിക്കൻ ആഡേജ് പ്രവർത്തനമുണ്ട്. എഡ്യൂക്കേറ്റ് എ മാൻ ഓർ എ ബോയ്, യു എഡ്യൂക്കേറ്റ് ഓൺലി വൺ പേഴ്സൺ. ബട്ട് യു എഡ്യൂക്കേറ്റ് എ വുമൺ ഓർ എ ഗേൾ, ദെൻ യു എഡ്യൂക്കേറ്റ് എ വില്ലേജ്. ദാറ്റ് മീൻസ് അവർക്ക് അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്. വിമൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. Then we come to labor. Labor will help women to flourish and achieve their true potential. Flourish, samarthya valarga. Equal pay for equal work should be given. Per capita income will increase. Change laws and policies. Make easy loans available. Easy ആയിട്ട് പൈസ കട എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. Fourth is leadership. ലീഡർഷിപ്പിനെ പറ്റിയാണ്. Rise and fulfill innate abilities and talents. Women are better leaders. Their decisions are based on consensus, inclusion, compassion, and long-term sustainability. They should reset the narrative. Reset the narrative means മാറി ചിന്തിക്കണം, പുതിയതായിട്ട് ചിന്തിക്കണം. ഇതാണ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദ കംഫർട്ട് സോൺ. അവരിങ്ങനെ ഇതൊക്കെ മതി, ആ ചിന്തയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരണം. ഇത്രയൊക്കെ മതി. നമ്മളെ സ്റ്റുഡൻസും അങ്ങനെ തന്നെയാണ്. ഒരു 10 ലെസൺ ഉണ്ട്, അവർ 3 ശരിക്കും പഠിച്ചിട്ട് ഇത്രയൊക്കെ മതി. അതാണ് ആ കംഫർട്ട് സോൺ ഉള്ളത്. അതല്ല, all the 10 lessons you should learn, study, and from 10 lessons 10 into 100 എത്രയാ? 1000. 100 × 10 1000 അല്ലേ? 1000 വാക്കുകളാണ്, അല്ലെങ്കിൽ 2000 പുതിയ വാക്കുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകും. സംശയമില്ലാത്ത കാര്യം. ടേക്ക് ഇറ്റ് ഫ്രം മീ. യെസ്. ദെൻ ദേ ആർ ദ ഡിഫറൻസ്. 4ാമത്തെ 5ാമത്തെ പോയിന്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ക്രിയേറ്റ് എ ന്യൂ വേൾഡ്. There should be no barriers, no impediments. They are the difference, and the difference will deliver. Thank you very much. Then point by point the role of educated women in building a strong nation. And again, education is the foundation. Education will help women to help themselves. Then education will help women to flourish. By education you can get job. That will help women to flourish, and the per capita income will increase. Then make loans available. Say step outside. Building a strong nation. If 50% of the population, if they are below or they are not participating in the economic activity of a nation, the nation will remain poor and weak. So what is the way out? The way out is to educate them. How can the role of educated in building a strong nation? By education, helping themselves, then getting into participating in economic activity, increasing per capita income, self-respect and self-confidence. 50% of the population women, so they can contribute a lot to they can make good decisions. Their decisions are based on inclusion. Then their decisions are based on inclusion, compassion, long-term sustainability and consensus. ഇങ്ങനെയാണ് ഒരു രാജ്യത്ത് വഴക്കില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി, ഒരു പ്രോഗ്രസിൻ്റെ ഒരു രാജ്യം നല്ല രീതിയിൽ ഉയരണമെങ്കിൽ അവിടെ വഴക്കേ പറ്റത്തില്ല. ഒരു തരത്തിലുള്ള നമ്മുടെ വീട്ടിൽ തന്നെ നോക്കി, വീട്ടിൽ പരസ്പരം എല്ലാവരും വഴക്കടിക്കണം, ആ വീട് നശിച്ചു. അതേസമയം
ആ വീട്ടിലുള്ള എല്ലാവരും പരസ്പരം സഹകരിക്കാൻ സാധിക്കും, വീട് ഫ്ലറിഷ്. അതുപോലെ തന്നെ ഒരു രാജ്യം. ഇത്രയേ ഉള്ളൂ. That's all, very simple. So 50% women, if they participate in the economic activity of the nation, they can build a new strong nation. അതാണ്. The role of 3 L's. അത് ഇവിടെ ഇതുണ്ട്. 1, 2, 3. ഈ 3 കാര്യങ്ങൾ. ഇത് ലേൺ, ലേബർ, leadership. അത് എഴുതുക. പിന്നെ the role of, then should women step outside their comfort zone? Sure, they should. What is my comfort zone? They lack the confidence to match their competence. Some people, they think that they tend to get stuck in low-paying, low-status, low-security jobs. That's a sentence very important. I think answer. They tend to get stuck in low-paying, low-security, low-status jobs. They should come out, reset the narrative, and thus they should dare the difference. Thus they can, what can they do? Thus they can step outside their comfort zone. അങ്ങനെയാണ് comfort zone കൊടുത്തു. Taking decisions. Lack confidence, match their competence. അത് തന്നെ ഇതിൻ്റെ കാര്യം. നമ്മളിപ്പോൾ പറഞ്ഞത്. How can we build a self-confidence? Giving them education, giving them economic role, giving them positions of leadership. എല്ലാം ഓൾമോസ്റ്റ് ഒരേ കണക്കെ പറഞ്ഞാൽ ഇത്രയും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഏത് ക്വസ്റ്റ്യനും ഈ ലെസണിൽ നിന്ന് ആൻസർ ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ, 1 word question or 2 sentence, 3 sentence questions or a paragraph question or an essay question. Essay question ചെറുതായിട്ടുള്ള, ഉദാഹരണത്തിന് the role of 3 L's. അതിനകത്ത് ഈ മെയിൻ പോയിന്റ്സ് മാത്രം എഴുതുക. ക്വസ്റ്റ്യൻ ആൻസർ ഇസ് റെഡി. ഇത്രയും ഈ പോയിന്റ്സ് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. എന്നാൽ ക്വസ്റ്റ്യൻ ആൻസർ റെഡി, പിന്നെ നിങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിച്ച് ഒരു 3 പ്രാവശ്യം വായിക്കണം. അതിൽ 1 പ്രാവശ്യം ഒച്ചത്തിൽ വായിക്കണം. റീഡ് അലൗഡ്. ദാറ്റ് ഈസ് എക്വിവലന്റ് ടു സ്പീക്കിംഗ്. നമ്മുടെ ആ മസിൽസ് ഒക്കെ ഒന്ന് ഫ്രീ ആണ്. നമ്മളിങ്ങനെ പറയുന്നു, the world is changing rapidly. No, the world is changing rapidly. നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു ആവേശമാണ്. പ്രസംഗങ്ങളൊക്കെ പ്രസംഗങ്ങൾ പോലെ പറയും. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി നിന്നുകൊണ്ട് തന്നെ പ്രസംഗം പോലെ വായിക്കണം. എന്നാ രസമായിരിക്കുന്നില്ല നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. നല്ല വാക്കുകളൊക്കെ ഓർത്തിരിക്കുക, നല്ല ഫ്രേസൊക്കെ ഉപയോഗിക്കുക. See, lack the confidence to match their competence. Open the doors to opportunities. Break the shackles of slavery. Significantly great. Meet, face the barriers. There shall be no impediments. Then വേറെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓർക്കുന്നില്ലേ നമ്മൾ? Lack the confidence. It's all about globally നല്ല നല്ല ഫ്രേസസ് ഒക്കെ ഉപയോഗിച്ച് വേണം ഇത് ആൻസറായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ. മനസ്സിലാകുന്നുണ്ടല്ലോ? നല്ലപോലെ മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പണിംഗ് സെന്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓപ്പണിംഗ് സെന്റൻസ് ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത്, നോട്ട് ഫോർ 1 word or 1 sentence. ഒരു സിംഗിൾ സെന്റൻസിൽ ആൻസർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് എഴുതി വെക്കരുത്. പക്ഷെ അല്ലാതെ ഒരു 2-3 സെന്റൻസ് ഒക്കെയാണ്. ഫസ്റ്റ് ഓപ്പണിംഗ് സെന്റൻസ് ഷുഡ് ബി, ദിസ് ഈസ് എ സ്പീച്ച് ബൈ ക്രിസ്ത്യൻ ലഗാർഡ് ഡെലിവേർഡ്. അതങ്ങോട്ട് എഴുതുക. എന്നിട്ട് വേണം, ദിസ് ഈസ് അബൌട്ട് ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിമൻ. അതെ. ഇനി ആദ്യത്തെ സെന്റൻസ് വിട്ടാലും രണ്ടാമത്തെ സെന്റൻസ്, ദിസ് ഈസ് എ സ്പീച്ച് അബൌട്ട് എംപവർമെന്റ് ആൻഡ് എമാൻസിപ്പേഷൻ ഓഫ് വിമൻ. ഇത്ര എഴുതി കഴിഞ്ഞാൽ 50% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നമ്മൾ പഠിക്കുമ്പോൾ മാർക്കിൻ്റെ കൂടെ നോക്കണം. അത് വേർഡ്സ് പഠിക്കുന്നു, ഫ്രേസസ് പഠിക്കുന്നു, നല്ല സെന്റൻസ് ഒക്കെ കാണാതെ പഠിക്കുന്നു, നമ്മൾ പോയിന്റ്സ് പഠിക്കുന്നു. പക്ഷെ ഇതെല്ലാം എന്തിലേക്കാണ് നമ്മൾ എയിം ചെയ്യുന്നത്? വാട്ട് ഈസ് അവർ എയിം? വി ഹാവ് ടു ഗെറ്റ് ദേർ. വേർ യു ഷുഡ് ഗെറ്റ് 100% A+. Bye. Have a nice day. All the best.